Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ ആദ്യമായി നമുക്ക് നിഫ്റ്റി തന്നെ എന്തായിരുന്നു തന്ന ട്രേഡിംഗ് ചാൻസുകൾ എന്ന് പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് തന്നത്. എന്നാൽ കൃത്യമായും നമ്മൾ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ടിലായിരുന്നു. അപ്പോൾ ഈ സപ്പോർട്ടിൽ വന്ന് ഈ സപ്പോർട്ട് ചെറുതായി ബ്രേക്ക് ചെയ്താലും ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം എന്നായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. അതിനു മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നിന്നും ഇന്ന് ഞാൻ വാട്സപ്പ് ചാനലിൽ പോൾ ചെയ്ത് നോക്കുമ്പോൾ പലരും കോൾ വാങ്ങിയിട്ടുണ്ട്, പലരും പുട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്നും കോൾ എടുത്ത് ഈ ഉയരം പ്രതീക്ഷിച്ച് നിന്നവർക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് ആകുമ്പോൾ കോൾ എക്സിറ്റ് ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായും അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു. എന്നാൽ ഈ ഏരിയയിൽ ഞാൻ ട്രേഡ് എടുത്തിരുന്നില്ല. ഇത് കൃത്യമായും ഒരു ഗ്യാപ് ഡൗൺ ആയതുകൊണ്ട് ഇവിടെ കൃത്യമായ ഒരു ഡയറക്ഷൻ കാണിച്ചാൽ മാത്രം ട്രേഡ് ചെയ്യുക എന്ന ധാരണയിൽ നിന്നുകൊണ്ട് ഈ ഏരിയയിൽ ഞാൻ ട്രേഡ് എടുത്തിരുന്നില്ല. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യാം എന്ന് കരുതിയിരുന്നു. എന്നാൽ ഞാൻ നിന്നിരുന്ന സ്ഥലത്ത്, ഞാൻ ഉണ്ടായിരുന്ന ഏരിയയിൽ ചെറിയ ഇന്റർനെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് തുടർന്ന് അങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. വാട്സപ്പിൽ ചാനലിൽ യഥാസമയം അപ്ഡേറ്റ് ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ലെവൽ ഒരു ബ്ലാക്ക് ലൈൻ നൽകിക്കൊണ്ട് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി ഗ്രീൻ ലൈൻ രേഖപ്പെടുത്തി ഞാൻ വാട്സപ്പ് ചാനലിൽ നൽകിയിരുന്നു. എൻ്റെ ഡയറക്ഷൻ സെല്ലിംഗ് ആണ് എന്നും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവിടെ നിന്നും കൃത്യമായും ഇത് പ്രൈസ് വീണു പോന്നു. പിന്നീട് കിട്ടിയ അതെല്ലാം ഒരു റെസിസ്റ്റൻസ് സോണിലോട്ട്, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡ് വന്ന് വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ ഇവിടെ ഒരു സെല്ലിംഗ് പൊസിഷൻ എടുക്കാൻ തോന്നിയവർക്ക് തുടർന്ന് നല്ല ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വീണ്ടും കറക്റ്റായ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ കിട്ടിയത് ഈ ലെവലിലായിരുന്നു. ഈ ലെവൽ വരെ ലോ തന്നതിന് ശേഷം കൃത്യമായും ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ പ്രൈസ് ഒരുപാട് നേരം കൺസോളിഡേറ്റ് ചെയ്തു. ആ സമയം ഇവിടെ ഒരു സെല്ലിംഗ് എടുത്ത് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്ക് കൃത്യമായും ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. കൃത്യമായ ഒരു ടാർഗറ്റും 860 ലെവലിൽ നിന്നും 795 65 പോയിന്റിന്റെ മൂവ്മെന്റ് കൃത്യമായി ലഭിച്ചിട്ടുണ്ടാവാം. എന്തായിരുന്നാലും എനിക്ക് ഇന്ന് ട്രേഡ് കാണാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ റേഞ്ച് ഉള്ള ഏരിയയിൽ വന്ന് കൃത്യമായും ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിന് അനുസരിച്ച് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 21,875 ലെവലാണ് നാളെ ആദ്യമായി നമുക്ക് ലഭിക്കേണ്ട റെസിസ്റ്റൻസ് സോൺ എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 21,806 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കേണ്ട സപ്പോർട്ട് സോണും. ഇന്നത്തെ ലോ ഈ ലെവൽ 21,792 എന്ന ലെവൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി, എസ്പെഷ്യലി ഈ ഏരിയയിലാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലും ഈ ഏരിയയിലൊക്കെ എത്തുമ്പോൾ തന്നെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ഹാഫ് പോർഷൻ ബുക്ക് ചെയ്ത് ബാക്കി മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും തുടർന്ന് ഒരു ഡിക്ലൈൻ ആണ് ലഭിക്കുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തുടർന്ന് ലഭിക്കേണ്ട ഈ ടാർഗറ്റുകൾ ഇതെല്ലാം ഹൈ റെസിസ്റ്റൻസ് സോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ ടാർഗറ്റുകൾ കൃത്യമായി കണക്കാക്കിക്കൊണ്ട് ടാർഗറ്റ് കവർ ചെയ്ത് ഇവിടെ എന്ത് ചെയ്യുന്നു പ്രൈസ് എന്ന് വാച്ച് ചെയ്തതിനു ശേഷം മാത്രമേ തുടർന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഈ ഏരിയയിൽ എവിടെ നിന്നെങ്കിലും പ്രൈസ് ഡൗൺവേർഡ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ കാണിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ഉയരം, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ട്രേഡ് ചെയ്യുക. ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറ്.
എന്നാൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 21,792 എന്ന ഇന്നത്തെ ലെവൽ ലോയ്ക്ക് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്വേർഡ് മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ ചേർത്തിട്ടുള്ളവ. ഇവയെല്ലാം നമ്മൾ ഇന്നലെ വീഡിയോയിൽ ചേർത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കഴിയുമെന്ന് കരുതുന്നു. അപ്പോൾ കൃത്യമായി ഇങ്ങനെ താല്പര്യമുള്ളവർ ചേർത്ത് വെക്കുക. ഞാനിത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിനാക്കി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത്, എന്തായിരിക്കാം നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുക എന്നൊന്ന് പരിശോധിക്കാം. ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് ഈ ഏരിയയിലാണ്. ഓപ്പൺ ചെയ്തത് 46,421 എന്ന ലെവലിലാണ്. ലോ 46,412 കാണിച്ചെങ്കിലും തുടർന്ന് 46,558 വരെ മൂവ് ചെയ്തു. എന്നാൽ ഈ ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ നൽകുന്നത് കൊണ്ട് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിന് മുകളിലോ അതല്ല ഈ ലെവലിലോ സ്റ്റോപ്പ് ലോസ് പോയിന്റ് കണക്കാക്കിക്കൊണ്ട് ഇവിടെ നിന്നും സെല്ലിംഗ് ഡയറക്ഷൻ ആണെന്ന് ഫീൽ ചെയ്തവർക്ക് ഇവിടുന്ന് തന്നെ ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ ഇന്നത്തെ ഓപ്പണിംഗ് ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും അതിനിടയിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയപ്പോൾ വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് ഈ ഏരിയയിൽ നിന്നാണെങ്കിലും സെല്ലെടുത്ത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയവർക്ക് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. കൃത്യമായും ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ബാങ്ക് നിഫ്റ്റി ആകെ 344 പോയിന്റിന് മൂവ്മെന്റ് തന്നിട്ടുള്ളൂ. എങ്കിലും അത്രയും ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്തവർക്ക് കൃത്യമായി ഒരു ട്രേഡിംഗ് ചാൻസ് കിട്ടിയിട്ടുണ്ട്. കൃത്യമായ പ്ലേസിൽ മാത്രം ഇന്ന് കൺസോളിഡേഷൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ടൈം ഡിക്ക് പ്രീമിയം മെൽറ്റിങ്ങിന് കാരണമായിട്ടുണ്ടാവാം. അപ്പോൾ വലിയ ട്രേഡിംഗ് ചാൻസുകളൊന്നും ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ലഭ്യമായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഏരിയയിൽ ബാങ്ക് നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. എന്തായിരുന്നാലും നിഫ്റ്റി ഡൗൺവേർഡ് സ്വല്പം മൂവ് ചെയ്യുകയാണ്. കുറച്ച് ഡിക്ലൈൻ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഈ ഏരിയയിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിഫ്റ്റിയുടെ താഴോട്ടുള്ള പോക്ക്, അതായത് നെഗറ്റീവ് മൂവ്മെന്റ് അല്പം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായിരിക്കാം നമ്മുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോൺ എന്ന് പരിശോധിക്കാം. 46,523 എന്ന ലെവലിലാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് സോൺ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 46,294 എന്ന ലെവലാണ് ആദ്യത്തെ സപ്പോർട്ട് സോൺ. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 46,523 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. തുടർന്ന് ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാണാമെന്ന് കരുതുന്നു. 46,630, 46,738, 46,843 എന്നീ ലെവലുകളാണവ. എന്നാൽ ഇവിടെ നിന്നും ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് തരുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ, അത് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് പ്രഷർ തന്നെ കാണിക്കുന്നുവെങ്കിൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പിന്നീട് ലഭിക്കുന്ന ടാർഗറ്റ് 46,154, 45,935 എന്നിങ്ങനെ ഇന്നലെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളവ തന്നെയാണ്. കാണാമെന്ന് കരുതുന്നു. 45,669, 45,479 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ. 45,004 അതിന് ലാസ്റ്റായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. അപ്പോൾ സെൻസെക്സിന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു, നമുക്ക് ട്രേഡിംഗ് ചാൻസുകൾ ലഭിച്ചിരുന്നോ എന്നൊന്ന് പരിശോധിക്കാം. ഇന്ന് സെൻസെക്സിൽ ആകെ ലഭിച്ചത് 557 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ്. സെൻസെക്സും നിഫ്റ്റി പോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് സോണിലേക്ക് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നൽകിയത്. എന്നാൽ തൊട്ട് താഴെയുള്ള ക്യാൻഡലിന് അത് ബ്രേക്ക് ചെയ്യുന്നവരെ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുകയാണ് ചെറിയ ടൈം ഫ്രെയിമിൽ എങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് അതുവരെ രേഖപ്പെടുത്തിയ
ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാമെന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റിൽ അപ്വേർഡ് മൂവ് ചെയ്യുന്നോ എന്ന് കരുതി ഈ ഏരിയയിൽ നിന്നും കോൾ ഓപ്ഷൻ എടുത്ത് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകി അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ടാർഗറ്റായി പ്രതീക്ഷിച്ചവർക്ക് ഹൈ ലഭിച്ചിട്ടില്ല. ഈ ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. എന്നാൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിരുന്നെങ്കിൽ അഥവാ ഇവിടെ കവർ ചെയ്യാൻ തോന്നിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവാം. ഞാൻ ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്യമായ ലൊക്കേഷൻ കൃത്യമായ ഡയറക്ഷൻ ലഭിച്ചാൽ മാത്രമാണ് ട്രേഡിൽ എൻ്റർ ആവുക. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും സെല്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. ഈ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നീട് തുടർന്ന് സെല്ലിംഗ് ആണ് വന്നിട്ടുള്ളത്. കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകളിലോട്ട് സപ്പോർട്ടുകളിലോട്ട് ടെസ്റ്റ് ചെയ്ത് സെൻസെക്സ് ചെറിയ ട്രേഡിംഗ് ചാൻസുകൾ തന്നിട്ടുണ്ടാവാം. എന്നാലും അത്ര നല്ല ഒരു ട്രേഡിംഗ് ചാൻസ് ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും ലഭിച്ചിരുന്നില്ല. സാധാരണ അത് ഒരു 900, 1000, 1200 പോയിന്റൊക്കെ വളരെ കൂളായിട്ട് മൂവ് ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് അതിന്റെ പകുതി പോലും മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടും ഭൂരിഭാഗം ഏറിയയും കൺസോളിഡേഷന് വേണ്ടി വിനിയോഗിച്ചതുകൊണ്ടും അത്ര നല്ല ട്രേഡിംഗ് ചാൻസുകൾ ലഭിച്ചിട്ടുണ്ടാവുകയില്ല. അപ്പോൾ നാളത്തേക്ക് സെൻസെക്സിന്റെ പ്രധാന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 72,199 ഏറിയ ആണ് ആദ്യത്തെ റെസിസ്റ്റൻസ് സോണായി ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 71,958 എന്ന ലെവലാണ് ആദ്യത്തെ സപ്പോർട്ട് സോണായിട്ടും മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണ് എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ സ്ട്രിക്റ്റ് ആയി ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 72,199 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. അപ്പോൾ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ട്രെൻഡ് ആയിരിക്കാം എന്ന പ്രതീക്ഷയിൽ തുടർന്ന് വീണ്ടും കോൾ ഓപ്ഷൻ വാങ്ങി ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്ന് രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ് ടാർഗറ്റ്. അങ്ങനെയെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സെൻസെക്സ് ഡൗൺവേർഡ് സഞ്ചരിക്കുകയാണെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഇന്നലെയും നമ്മൾ വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. 71,629, 71,358, 71,233, 71,000, പ്രധാനമായും 70,836 എന്ന ലെവൽ സപ്പോർട്ട്. ഈ ലെവലുകളിലോട്ട് സെൻസെക്സിന് സഞ്ചരിക്കാവുന്നതാണ്. എന്നാൽ ഈ ഏരിയയിൽ എവിടെ നിന്ന് വേണമെങ്കിലും സപ്പോർട്ട് എടുത്ത് അപ്വേർഡ് ഡയറക്ഷനിൽ മാറി മൂവ് ചെയ്യാനും കഴിയുന്നതാണ്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. കണ്ടിന്യൂവേഷൻ ലഭിക്കുന്നതാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ കണ്ടിന്യൂവേഷൻ ലഭിക്കുന്നതാണെങ്കിൽ ഈ രേഖപ്പെടുത്തി കാണുന്നവയാണ് ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചാനൽ ഗുണകരമാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായി കടന്നു വരുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെയും വീണ്ടും സന്ധിക്കാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.